അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടലിന് മറ്റേത് ഒരുമിച്ച് കൂടലിനേക്കാളും വലിയ പ്രത്യേകതകളുണ്ട്. ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ വരുമ്പോഴെല്ലാം നമുക്ക് സ്വയം നവീകരണത്തിനുള്ള അവസരമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. കേരളത്തിലെ ഇതുപോലെയുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ പല ആവശ്യങ്ങൾക്കും സന്ദർശനം നടത്തിയപ്പോൾ ജീവിതത്തിൽ അവനവനെക്കുറിച്ച് ആലോചിക്കാൻ, അവനവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സകല അഹങ്കാരങ്ങളെയും മുച്ചൂടും കുഴിച്ചു മൂടാൻ, ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയും ലക്ഷ്യബോധത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ വലിയ പാഠങ്ങളും അനുഭവങ്ങളും നൽകുന്ന ഇത്തരം സംഗമങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ സഹിച്ചും എത്തിച്ചേരണം, അവരെ കാണണം, അവരോടൊപ്പം കഴിയണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എസ് അക്കാഡമിയിൽ തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ളൊരു മിടുമിടുക്കൻ എൻ്റെ ഒരു ചിത്രം അവൻ്റെ കൈകൊണ്ട് പെൻസിൽ ഡ്രോയിങ് നടത്തി എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഞാൻ കരുതുന്നത്. എൻ്റെ വീട്ടിൽ ഇന്നും അത് ഞാൻ മനോഹരമായ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ വീട്ടകങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മമാർ, ഉമ്മമാർ ഇത്തരം മക്കളുടെ കൈപിടിച്ച് ജീവിക്കാനുള്ള ത്രാണി കൊടുത്തുകൊണ്ട്, ജീവിക്കാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചോടുന്ന ഒരുപാട് അമ്മമാരെയും ഉമ്മമാരെയും ചുറ്റുപാടും കാണുന്ന ഒരാൾ കൂടിയാണ്. നേരത്തെ ഡോക്ടർ ഇദ്രീസ് പറഞ്ഞതുപോലെ മക്കളെ ദയാവധത്തിന് വിധേയരാക്കാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത് ഗിഫ്റ്റഡ് പാരൻസിന് മാത്രമാണ്, അതായത് പടച്ച തമ്പുരാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത രക്ഷിതാക്കൾക്ക് മാത്രമാണ് ഇത്തരം ഗിഫ്റ്റഡ് ചൈൽഡിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും പരിപാലിക്കാനും ഒക്കെ കരുത്ത് നേടും എന്ന് ഉറപ്പുള്ള ആളുകളുടെ കയ്യിലേക്കാണ് പലപ്പോഴും ഇത്തരം ആളുകളെ എത്തിക്കുന്നത്. പല മക്കളും അവരുടെ കഴിവ്, ഇപ്പോൾ ഷെയ്ഖ് സാഹിബിൻ്റെ ഒരു പുസ്തക പ്രകാശനവുമായിട്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഷെയ്ഖ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത, ധാരാളം മനുഷ്യരെ നമ്മളേക്കാൾ കഴിവുള്ള, നമ്മൾ വിചാരിക്കുന്നു ബുദ്ധിയും അതുപോലെ ചിന്താശേഷിയും അറിവും എല്ലാ കഴിവും ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ, ആരുടെയും സഹായം ആവശ്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മളിന്ന് വിചാരിക്കുന്നിടത്ത് അതൊന്നുമല്ല. അവർക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നും ആ കഴിവുകളെ മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി മനോഹരമാക്കാൻ അവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ 25 ജീവിതങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ ജീവിതങ്ങളെല്ലാം തന്നെ ഏതോ അർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിൽ ഇത്തരം ആളുകളെ പരിഗണിക്കുന്നിടത്ത് ഇവിടുത്തെ സംവിധാനങ്ങൾ, ഭരണകൂടം ഇതൊക്കെ എത്രമാത്രം ഇതിന് വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലായിടങ്ങളിലും പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട വിഭാഗങ്ങളോട് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ നിലപാട് എന്നുള്ളത് നമ്മളൊന്നുകൂടി ആലോചന നടത്തേണ്ട ഒരു വിഷയമാണ്. പല നിലക്കും അടുത്ത് ഞങ്ങളുടെ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അതിൻ്റെ ഒരു പ്രവർത്തക, അവർ പഠനം നടത്തിയത്, റിസർച്ച് നടത്തിയത് ഇത്തരം വിഭാഗങ്ങളിൽ, ഭിന്നശേഷി വിഭാഗങ്ങളിലുള്ള കുട്ടികളിൽ 75ഓളം പാരൻസുമായി, ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കളുമായി ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അവരൊരു പഠനം, അതായത് ഇത്തരം കുട്ടികൾക്കെതിരെ നടക്കുന്ന പല വിധത്തിലുള്ള അനീതികളും അക്രമങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു സാമൂഹ്യ നിയമ പഠനമാണ് അഡ്വക്കറ്റായി അവർ പഠിച്ചിരുന്നത്.
75ഓളം കുട്ടികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ആണ് അവരുടെ റിസർച്ച് പൂർത്തിയായത്. ആ പഠനം കേരളത്തോട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തോട് ഇത്തരം വിഷയങ്ങൾ അധികം സംവദിക്കാത്തൊരു ടോപ്പിക്കാണ് ഇത്തരം കുട്ടികൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പീഡനങ്ങൾ, അതിക്രമങ്ങൾ. അതിലെല്ലാം ഒരു കുട്ടി ചെറിയ പ്രായം മുതൽ വലുതാകുന്നത് വരെ അവരനുഭവിക്കുന്ന ഒരുപാട് മാനസിക ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങളെ പഠനം നടത്തി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലുതായിട്ടൊന്നും ചർച്ച ചെയ്യാതിരുന്ന ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ആ പേപ്പർ കുറേ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. അത്രമാത്രം വലിയ അർത്ഥത്തിൽ ഇന്നും പൊതുസമൂഹത്തിന് ചർച്ചാ വിഷയമാകാത്ത ഈ വിഷയങ്ങളൊക്കെ, ഇത്തരം പൊതുവിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് സമൂഹം എല്ലാ അർത്ഥത്തിലും എല്ലാ വ്യക്തികളും ഒരുപോലെ ചേർന്ന് നിന്ന് കൂടെ ചേർത്തി നിർത്തി ജീവിതത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ താങ്ങും തണലുമായി നിൽക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ആ അർത്ഥത്തിൽ ഈ ഒരു ദിവസവും ഇനി നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും ചിന്തകളൊക്കെ തന്നെ അതിനു വേണ്ടിയുള്ള മുതൽക്കൂട്ടായി മാറട്ടെ. ഷെയ്ഖ് സാഹിബിൻ്റെ പുസ്തക പ്രകാശന വേളയിൽ ഇവിടെ വരാനും ഇത്രയും വലിയൊരു പ്രൗഢമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിത സങ്കല്പങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ പല വിധത്തിലുള്ള പുനരാലോചനകൾക്ക് കാരണമാക്കാൻ സാധിക്കുന്ന ഈ ഒരു മനോഹരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ പരിപാടിക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.